Hello friends, in this video I'm going to talk about Kerala Set Exam Module 6 Revenge Tragedy Paper 2 English. Module 6 Revenge Tragedy. ഇതിന് കീഴിൽ വരുന്ന ടോപ്പിക്സ് തോമസ് കിഡ്, ക്രിസ്റ്റഫർ മർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ്, ബ്ലാങ്ക് വേഴ്സ്, വെബ്സ്റ്റർ, പെൻ ജോൺസൺ, കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. What is revenge tragedy? Revenge tragedy established by Ashley H. Thorndike in his 1902 article, The Relations of Hamlet to Contemporary Revenge Plays. അപ്പോൾ റിവെഞ്ച് ട്രാജഡി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആഷ്ലി എച്ച് തോണ്ടേക്ക് ആണ്. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളായിട്ടുള്ള ദ റിലേഷൻസ് ഓഫ് ഹാംലെറ്റ് ടു കോണ്ടംപററി റിവെഞ്ച് പ്ലേസ്. The genre first appeared in early modern Britain with the publication of Thomas Kyd's The Spanish Tragedy. അപ്പോൾ ഈ ഒരു ജാനർ, അതായത് ഈ ഒരു റിവെഞ്ച് ട്രാജഡി എന്ന് പറയുന്നത് ആദ്യമായിട്ട് തോമസ് കിഡിൻ്റെ സ്പാനിഷ് ട്രാജഡിയിലാണ് ഇത് അപ്പിയർഡ് ആകുന്നത് എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് റിവെഞ്ച് ട്രാജഡിക്ക് എക്സാമ്പിൾസ് നോക്കാം. ജാസ്പർ ഹേവുഡ്സ് ട്രാൻസ്ലേഷൻ ഓഫ് സെനേക്ക, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1560. ജാസ്പർ ഹേവുഡിൻ്റെ സെനേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ട്രാൻസ്ലേഷൻ ഒരു റിവെഞ്ച് ട്രാജഡിയാണ്. അതുപോലെ ഗോർബഡക്ക്, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1561. തോമസ് നോട്ടൺ ആണ് തോമസ് സാക്കവെല്ലയുടെ ഗോർബഡക്ക് ഒരു റിവെഞ്ച് ട്രാജഡിയാണ്. അതുപോലെ ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, ടിറ്റസ് ആൻഡ്രോണിക്കസ് ഷേക്സ്പിയറുടെ ദ റിവെഞ്ചസ് ട്രാജഡി തോമസ് മിഡിൽട്ടൻ്റെ. നെക്സ്റ്റ് തോമസ് കിഡ്, സൺ ഓഫ് എ സ്കൈവേനർ, ഇംഗ്ലീഷ് പ്ലേ റൈറ്റ്, ഓതർ ഓഫ് ദ സ്പാനിഷ് ട്രാജഡി, ഇമ്പോർട്ടൻറ്റ് ഫിഗർ ഇൻ ദ എലിസബത്തൻ ഡ്രാമ. തോമസ് കിഡ് എന്താണ്? ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ആണ്. സ്പാനിഷ് ട്രാജഡിയുടെ ഓതറാണ് തോമസ് കിഡ്. അതുപോലെ എലിസബത്തൻ ഡ്രാമയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരാളാണ് തോമസ് കിഡ്. പക്ഷേ തോമസ് കിഡ് ഒരിക്കലും യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഉള്ളൊരു മെമ്പറാണ്. കോർണേലിയ, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1594. തോമസ് കിഡിൻ്റെ ഒരു വർക്കാണ്. ഹി മേ ഓൾസോ റിട്ടൺ ആൻ ഏർലിയർ വേർഷൻ ഓഫ് ഹാംലെറ്റ് നോൺ ടു സ്കോളേഴ്സ് ആസ് ദ യുവർ ഹാംലെറ്റ്. അതായത് ഈ ഹാംലെറ്റിൻ്റെ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഏർലിയർ വേർഷൻ തോമസ് കിഡ് എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്, യുവർ ഹാംലെറ്റ് എന്നുള്ള പേരിൽ. ത്രൂ ഹിസ് പ്ലേ സ്പാനിഷ് ട്രാജഡി കിഡ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ജാനർ ഓഫ് റിവെഞ്ച് ട്രാജഡി ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതായത് തോമസ് കിഡിൻ്റെ പ്ലേ ആയിട്ടുള്ള സ്പാനിഷ് ട്രാജഡിയിലൂടെയാണ് ആ ഒരു ജാനർ, റിവെഞ്ച് ട്രാജഡി എന്ന് പറഞ്ഞിട്ടുള്ള ജാനർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദ സ്പാനിഷ് ട്രാജഡി ഓർ ഹിറോണിമോ ഈസ് മാഡ് അഗൈൻ. അതായത് തോമസ് കിഡിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് ദ സ്പാനിഷ് ട്രാജഡി ഓർ ഹിറോണിമോ ഈസ് മാഡ് അഗൈൻ എന്ന് പറയുന്നത്. എലിസബത്തൻ ട്രാജഡിയാണ്. ഇതിലാണ് ആദ്യമായിട്ട് റിവെഞ്ച് ട്രാജഡി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദ സ്പാനിഷ് ട്രാജഡി എസ്റ്റാബ്ലിഷസ് എ ന്യൂ ജാനർ ഇൻ ഇംഗ്ലീഷ് തിയേറ്റർ, ദ റിവെഞ്ച് പ്ലേ ഓർ റിവെഞ്ച് ട്രാജഡി. അപ്പോൾ ഈ ഒരു വർക്കിലൂടെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലേക്ക് ദ റിവെഞ്ച് പ്ലേ അല്ലെങ്കിൽ റിവെഞ്ച് ട്രാജഡി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മെനി എലിമെൻറ്റ്സ് ഓഫ് ദ സ്പാനിഷ് ട്രാജഡി സച്ച് എസ് ദ പ്ലേ വിത്തിൻ എ പ്ലേ യൂസ് ടു ട്രാപ്പ് എ മർഡർ ആൻഡ് എ ഗോസ്റ്റ് ഇൻറ്റെൻഡ് ഓൺ വെഞ്ചൻസ് അപ്പിയർ ഇൻ ഷേക്സ്പിയർസ് ഹാംലെറ്റ്. അതായത് ഈ ഒരു സ്പാനിഷ് ട്രാജഡിയിലുള്ള ഒരുപാട് എലിമെൻറ്റ്സ് ഷേക്സ്പിയറുടെ ഹാംലെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്ലേ വിത്തിൻ എ പ്ലേ ഒക്കെ ഉണ്ട് ഈ ഒരു സ്പാനിഷ് ട്രാജഡിയിൽ. അതൊക്കെ നമുക്ക് എവിടെ കാണാൻ കഴിയും? ഹാംലെറ്റിൽ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. തോമസ് കിഡ് ഈസ് ദ ഓതർ ഓഫ് യുവർ ഹാംലെറ്റ്. അപ്പോൾ തോമസ് കിഡ് ഈ ഒരു ഹാംലെറ്റിൻ്റെ ഒരു ഏർലിയർ വേർഷൻ എഴുതിയിട്ടുണ്ട്, യുവർ ഹാംലെറ്റ് എന്ന പേരിൽ. ഫൈറ്റ് ബിറ്റ്വീൻ സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ. ഇനി നമുക്ക് സ്പാനിഷ് ട്രാജഡിയിലോട്ട് വരാം. ഈ സ്പാനിഷ് ട്രാജഡിയിൽ എന്താണ് നടക്കുന്നത്? സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് നടക്കുന്നത്. ഹിറോണിമോ ഈസ് ദ പ്രൊട്ടഗണിസ്റ്റ്. ഈ ഒരു പ്ലേയിൽ ഹിറോണിമോ ആണ് പ്രൊട്ടഗണിസ്റ്റ് ആയിട്ട് വരുന്നത്. ബിഗിൻസ് വിത്ത് ദ ഗോസ്റ്റ് ഓഫ് ഡോൺ ആൻഡ്രിയ, സ്പാനിഷ് നോബിൾമാൻ കിൽഡ് ഇൻ റീസെൻറ്റ് ബാറ്റിൽ വിത്ത് പോർച്ചുഗൽ. അപ്പോൾ ഈ ഒരു പ്ലേ ബിഗിൻ ചെയ്യുന്നത് ഡോൺ ആൻഡ്രിയയുടെ ഗോസ്റ്റ് അപ്പിയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്പാനിഷ് നോബിൾമാനാണ്. പോർച്ചുഗലുമായിട്ടുള്ള ആ ഒരു ബാറ്റിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഹി വാസ് കിൽഡ് ഇൻ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് വിത്ത് ദ പോർച്ചുഗീസ് പ്രിൻസ് ബാൽത്തസർ. അപ്പോൾ ബാൽത്തസറുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതിനിടയിലാണ് ആര് മരണപ്പെട്ടത്? ഡോൺ ആൻഡ്രിയ കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത്. സ്പാനിഷ് ഹാവ് വൺ. അപ്പോൾ ഇവരുടെ ബാറ്റിൽ
പോർച്ചുഗീസും സ്പാനിഷും തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ ആരാണ് വിൻ ചെയ്യുന്നത്? സ്പാനിഷാണ്. ബാൽതസർ വാസ് ടേക്കൺ പ്രിസണർ ഷോർട്ട്ലി ആഫ്റ്റർ ആൻഡ്രിയാസ് ഡെത്ത്. അപ്പോൾ ആൻഡ്രിയ കൊല്ലപ്പെട്ടതിന് ശേഷം അതിൻ്റെ മരണകാരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളാണ് ബാൽതസർ എന്നുള്ള രീതിയിൽ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ് ഫ്രണ്ട് ഹൊറാഷ്യോ ആൻഡ് ലൊറൻസോ ദ സൺ ഓഫ് ദ ഹിറോണിമോ ദ നൈറ്റ് മാർഷൽ ഓഫ് സ്പെയിൻ. ആൻഡ്രിയയുടെ ഫ്രണ്ടാണ് ഹൊറാഷ്യോ, അതുപോലെ ലൊറൻസോ എന്ന് പറയുന്നത്. ഹൊറാഷ്യോ ഹിറോണിമയുടെ മകനാണെന്നാണ് പറയുന്നത്. ബാൽതസർ ഫാൾസ് ഇൻ ലവ് വിത്ത് ബെൽ ഇംപീരിയ ബട്ട് ഹെർ സെർവൻറ്റ് പെഡ്രിംഗാനോ റിവീൽസ് ടു ഹിം ബെല്ലിംപീരിയ ഈസ് ലവ് വിത്ത് ഹൊറാഷ്യോ. അപ്പോൾ ബാൽതസർ ബെല്ലിംപീരിയയുമായിട്ട് ഫാൾ ഇൻ ലവ് ആയിരുന്നു. പക്ഷെ പിന്നീട് ബെല്ലിംപീരിയയുടെ സെർവൻ്റ് ആയിട്ടുള്ള പെഡ്രിംഗാനോ റിവീൽ ചെയ്യുന്നുണ്ട്, അതായത് ബെല്ലിംപീരിയ ഹൊറാഷ്യോയുമായിട്ട് ലവിലാണ് എന്നുള്ള കാര്യം. ബാൽതസർ ആൻഡ് ലൊറൻസോ ഡിസൈഡ് ടു കിൽ ഹൊറാഷ്യോ. അങ്ങനെ ഹൊറാഷ്യോനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാൽതസറും ലൊറൻസോയും തീരുമാനിക്കുകയാണ്. ലൊറൻസോ എന്ന് പറയുന്നത് ബെല്ലിംപീരിയയുടെ ബ്രദറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഹൊറാഷ്യോനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഹിറോണിമോ ഇസ് മാഡ് ബൈ ഹിസ് ഇനാബിലിറ്റി ടു ഫൈൻഡ് ജസ്റ്റിസ് ഫോർ ഹിസ് സൺ. അപ്പോൾ ഈ ഹൊറാഷ്യോനെ ഹാങ് ചെയ്തതാണ് ഹിറോണിമോ കാണുന്നത്. ആ സമയത്ത് ഹിറോണിമോ മാഡാകുന്നുണ്ട്, അതായത് മകൻ്റെ കൊലയാളിയെ കണ്ടെത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഹിറോണിമോ റിസീവ്സ് എ ബ്ലഡി ലെറ്റർ ഇൻ ബെല്ലിംപീരിയസ് ഹാൻഡ് ഐഡൻറ്റിഫൈങ് ദ മർഡറർ ആസ് ലൊറൻസോ ആൻഡ് ബാൽതസർ. അങ്ങനെ ഹിറോണിമോക്ക് ഒരു ബ്ലഡി ലെറ്റർ കിട്ടുന്നുണ്ട് ബെല്ലിംപീരിയയുടെ കയ്യിൽ നിന്ന്. അതിൽ പറയുന്നുണ്ട് ഹൊറാഷ്യോനെ കൊന്നിട്ടുള്ളത് ആരാണ്? ലൊറൻസോ ആൻഡ് ബാൽതസർ ആണെന്ന് പറയുന്നുണ്ട്. ലൊറൻസോ ആക്ട് മാക്വെല്ലിയൻ മാനർ ടു എലിമിനേറ്റ് ഓൾ എവിഡൻസ് സറൗണ്ടിങ് ഹിസ് ക്രൈം. അപ്പോൾ ലൊറൻസോ ഒരു മാക്വെല്ലിയൻ മാനറിൽ എല്ലാ എവിഡൻസും തെളിവുകൾ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. The play within a play started a Sultan is driven to murder a noble friend through jealousy over a woman. അപ്പോൾ പിന്നീടാണ് ഈ ഹിറോണിമോ തീരുമാനിക്കുന്നത് ഒരു പ്ലേ വിത്തിൻ എ പ്ലേ ചെയ്യാം. അതിലുള്ള ഒരു ക്യാരക്ടറാണ് സുൽത്താൻ എന്ന് പറയുന്നത്. സുൽത്താന് കൊല്ലപ്പെടുന്നുണ്ട് ഒരു നോബിൾ ഫ്രണ്ടിലൂടെ. നോബിൾ ഫ്രണ്ട് എന്ന് പറയുന്നത് അതായത് ഒരു സ്ത്രീയുടെ പേരിൽ ജലസി വന്നിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്ത് പ്ലേ വിത്തിൻ എ പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ഹിറോണിമോ സ്റ്റാബ്സ് ലൊറൻസോ ക്യാരക്ടർ. അപ്പോൾ ഹിറോണിമോയുടെ ഇതിൽ ഈ ഒരു പ്ലേ വിത്തിൻ എ പ്ലേയിലുള്ള ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ലൊറൻസോ ൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാബ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, കുത്തുന്നുണ്ട്. ബെല്ലിംപീരിയസ് ക്യാരക്ടർ സ്റ്റാബ്സ്. അതുപോലെ ബെല്ലിംപീരിയയിൽ ഈ ഒരു പ്ലേ വിത്തിൻ എ പ്ലേയിൽ ബെല്ലിംപീരിയയുടെ ക്യാരക്ടറും സ്റ്റാബ് ചെയ്യുന്നുണ്ട് ബാൽതസേഴ്സ് ക്യാരക്ടർ ബിഫോർ കില്ലിങ് ഹെർ സെൽഫ്. അങ്ങനെയാണ് ഈ ഒരു റിവെഞ്ച് ട്രാജഡി എൻഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഹിറോണിമോൻ്റെ ക്യാരക്ടർ ലൊറൻസോനെ സ്റ്റാബ് ചെയ്യുന്നുണ്ട്, ബെല്ലിംപീരിയൻ്റെ ക്യാരക്ടർ ബാൽതസറിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാബ് ചെയ്യുന്നുണ്ട്. ദ ബ്ലഡി ഹാൻഡ് കർച്ചീഫ് സിംബലൈസസ് ലവ് ബിറ്റ്വീൻ ആൻഡ്രിയ ആൻഡ് ബെല്ലിംപീരിയ, എ സിംബൽ ഓഫ് ലവ് ബിറ്റ്വീൻ ഹൊറാഷ്യോ ആൻഡ് ബെല്ലിംപീരിയസ് മെമ്മറി ഓഫ് ഹെർ ലോസ്റ്റ് നൈറ്റ്. അപ്പോൾ ഇതിലൊരു സിമ്പൽ വരുന്നുണ്ട്, ദ ബ്ലഡി ഹാൻഡ് കർച്ചീഫ് എന്ന് പറയുന്നത്. അതെന്തിനാണ് സിംബലൈസ് ചെയ്യുന്നത്? ലവാണ്. അതായത് ആൻഡ്രിയയും ബെല്ലിംപീരിയയും തമ്മിലുള്ള ബിറ്റ്വീൻ അവരുടെ ഇടയിലുള്ള ലവ്, അതുപോലെ ഹൊറാഷ്യോയും ബെല്ലിംപീരിയയുടെയും ഇടയിലുള്ള ലവ്, അതുപോലെ മെമ്മറി ഓഫ് ഹെർ ലോസ്റ്റ് നൈറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. ദെൻ ക്രിസ്റ്റഫർ മാർലോ, ഓൾസോ നോൺ ആസ് കിറ്റ് മാർലോ. ഈ ക്രിസ്റ്റഫർ മാർലോ അറിയപ്പെടുന്നത് കിറ്റ് മാർലോ എന്നുള്ള രീതിയിലാണ്. വാസ് എൻ ഇംഗ്ലീഷ് പ്ലേറൈറ്റ്, പോയിറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ ഓഫ് ദ എലിസബത്തൻ ഇറ. എലിസബത്തൻ ഇറയിലെ ഒരു ഇംഗ്ലീഷ് പ്ലേറൈറ്റ് ആൻഡ് പോയിറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ ആണെന്നാണ് പറയുന്നത്. Marlowe was the first to achieve critical reputation for his use of blank verse. അതായത് ക്രിസ്റ്റഫർ മാർലോ കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹം ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ബെൻ ജോൺസൺ ക്രിസ്റ്റഫർ മാർലോയെ വിളിച്ചിരുന്നത് മെർലോസ് മൈറ്റി ലൈൻ എന്നാണ്. അതായത് ഈ ക്രിസ്റ്റഫർ മാർലോ ഒരുപാട് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബെൻ ജോൺസൺ വിളിച്ചിരുന്നതാണ് മെർലോസ് മൈറ്റി ലൈൻ എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റഫർ മാർലോയുടെ വർക്ക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹീറോ ആൻഡ് ലിയാൻഡർ, ടാമ്പർലൈൻ ദ ഗ്രേറ്റ്, എഡ്വാർഡ് ദ സെക്കൻഡ്, ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് ഡിഡോ, ക്യൂൻ ഓഫ് കാർദാജ്, മാർലോസ് കാർദാജ് തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്. ദെൻ ഡോക്ടർ ഫോസ്റ്റസ്, ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ്.
ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ ഫോസ്റ്റസിൻ്റെ ഫുൾ ടൈറ്റിലാണ് ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത്. ഒരു എലിസബത്തൻ ട്രാജഡിയാണ്. ട്രാജഡി ഇൻ 5 ആക്ട്സ്, പബ്ലിഷ്ഡ് ഇൻ 1604. ഫോസ്റ്റസ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ സ്കോളറാണ്. ഹി വാണ്ട്സ് മോർ ഫ്രം ലൈഫ് ദാൻ ഹി കറൻ്റ്ലി ഹാസ് ആക്സസ് ടു. അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ ഒരുപാട് ഇനിയും കിട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഡോക്ടർ ഫോസ്റ്റസ്. ഹി ഫീൽസ് ഹി ഹാസ് learned about medicine, law and logic, and that the only way forward for him to learn magic. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ഒരുപാട് ലേൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മെഡിസിൻ, ലോജിക്ക് തുടങ്ങിയുള്ള കാര്യങ്ങൾ, അതുപോലെ മാജിക് ലേൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഫോസ്റ്റസ് ലേൺസ് മാജിക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് ഫ്രണ്ട് വാൾസ് ആൻഡ് കോർണേലിയസ്. അപ്പോൾ ഈ 2 ഫ്രണ്ട്സിൻ്റെ സഹായത്തോടു കൂടിയാണ് മാജിക് ലേൺ ചെയ്യാൻ ഫോസ്റ്റസ് തീരുമാനിക്കുന്നത്. ഈ സമോൺസ് എ ഡെമൺ നെയ്മഡ് മെഫിസ്റ്റോഫിലിസ് ആൻഡ് ആസ് ദ ഡെമൺ ടു ഓഫർ ഫോസ്റ്റസ് സോൾ ടു ലൂസിഫർ ഇൻ എക്സ്ചേഞ്ച് ഫോർ 24 years ഓഫ് മാജിക്കൽ എബിലിറ്റി. അപ്പോൾ ഒരു ഡെമൺ ആയിട്ടുള്ള മെഫിസ്റ്റോഫിലിസിനെ നമ്മളുടെ ഫോസ്റ്റസ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഫോസ്റ്റസിൻ്റെ സോള് ലൂസിഫറിനെ ഒരു 24 years എക്സ്ചേഞ്ച് ചെയ്യാൻ ഓഫർ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത്, മാജിക്കൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. മെഫിസ്റ്റോഫിലിസ് ട്രൈസ് ടു വാൺ ഫോസ്റ്റസ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് ഓഫ് ഹെൽ. ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് വാൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചിട്ട് വാൺ ചെയ്യുന്നുണ്ട്. മെഫിസ്റ്റോഫിലിസ് റിട്ടേൺസ് വിത്ത് എ കോൺട്രാക്ട് ഫോർ ഫോസ്റ്റസ് ടു സൈൻ. പക്ഷേ മെഫിസ്റ്റോഫിലിസ് ഇങ്ങനെയൊക്കെ വാൺ ചെയ്തിട്ടും ഫോസ്റ്റസ് അതിൽ നിന്ന് പിന്തിരിയുന്നില്ല. അങ്ങനെ മെഫിസ്റ്റോഫിലിസ് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഫോസ്റ്റസിന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഫോസ്റ്റസ് സൈൻ ദ കോൺട്രാക്റ്റ് ഇൻ ഹിസ് ഓൺ ബ്ലഡ് ആൻഡ് ദ വേർഡ്സ് ഹോമോഫ്യൂഗ് ലാറ്റിൻ വാർണിംഗ് ഫോർ ഹിം ടു ഫ്ലീ അപ്പിയർ ഓൺ ഹിസ് ഹാം. അതായത് ഫോസ്റ്റസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്ലഡ് യൂസ് ചെയ്തിട്ടാണ് സൈൻ ചെയ്യുന്നത്. എന്നിട്ട് ഹോമോഫ്യൂജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കയ്യിൽ എഴുതി വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ലാറ്റിൻ വേർഡാണ്. അതായത് വാർണിംഗ് ഫോർ ഹിം ടു ഫ്ലീ, അതായത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാർണിംഗ് ആണ് ഹോമോഫ്യൂഗ് എന്ന് പറയുന്നത്. ഫോസ്റ്റസ് ആൻഡ് മെഫിസ്റ്റോഫിൽസ് ട്രാവൽ ടു റോം ആൻഡ് അനഗനൈസ് പോപ്പ് അഡ്രിയൻ യൂസിങ് മാജിക് ട്രിക്സ്. ഫോസ്റ്റസ് സ്റ്റീൽ ദ പോപ്സ് ഫുഡ് ആൻഡ് ബോക്സസ് ഹിസ് ഇയേഴ്സ്. അതായത് ഫോസ്റ്റസും മെഫിസ്റ്റോഫിൽസും അങ്ങനെ റോമിലേക്കും ഒക്കെ ട്രാവൽ ചെയ്യാണ്. ആ സമയത്ത് മാജിക് ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പോപ്പ് പാട്രിയൻ്റെ ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീൽ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോസ്റ്റസ് ഈസ് ഇൻവൈറ്റഡ് ടു വിസിറ്റ് ചാൾസ് ഫിഫ്ത്ത്, ദ ജർമ്മൻ എംപറർ. ഫോസ്റ്റസ് conjures an image of Alexander the Great for Charles' amusement and also makes antlers sprout from the head of knight who mocks him. അതായത് ഫോസ്റ്റസ് ചാൾസ് ഫിഫ്ത്തിൻ്റെ, അതായത് ജർമ്മൻ എംപറർ ഫോസ്റ്റസിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2 servant clowns. ഇനി പറയുന്നത് 2 servant clowns ഉണ്ട്, റോബിൻ ആൻഡ് റെയ്ഫ് എന്ന് പറയുന്നത്. ലേൺ എ ലിറ്റിൽ മാജിക് ആൻഡ് ഗെറ്റ് കോട്ട് ഇൻ സം minor misadventures that provide comic relief of the play, namely attempting to get free alcohol. അതായത് ഇതിൽ 2 servant clowns ഉണ്ട്. അവർ ഈ ഒരു പ്ലേയിൽ കുറച്ച് കോമിക് റിലീഫൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ മിസ്അഡ്വെഞ്ചേഴ്സൊക്കെ കുറച്ച് കോമിക് റിലീഫ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ അവർക്ക് കുറച്ച് മാജിക് ട്രിക്സൊക്കെ അറിയാമെന്നാണ് പറയുന്നത്. The end of Foster's 24 years approaches and he again grows concerned about what he has done. അങ്ങനെ ഫോസ്റ്റസിൻ്റെ ആ ഒരു 24 years എൻഡ് ചെയ്യാൻ പോകുന്ന, അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോസ്റ്റസ് കൺസേൺഡ് ആയിട്ടുള്ളത് എന്താണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു. ഈ ആസ്ക് മെഫിസ്റ്റോഫിലിസ് ടു കഞ്ചർ ഹെലൻ ഓഫ് ട്രോയ് ടു ഇംപ്രസ് സം സ്കോളേഴ്സ്. വൺ ഓഫ് ദെം ആസ്ക് ഫോസ്റ്റസ് ടു റിപ്പൈൻ ബട്ട് ഫോസ്റ്റസ് ഇഗ്നോർസ് ഹിം. അതുപോലെ മെഫിസ്റ്റോഫിലിസിനോട് പറയുന്നുണ്ട് ഹെലൻ ഓഫ് ട്രോയിനെ കഞ്ചർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾ ഫോസ്റ്റസിനോട് റിപ്പൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷേ ഫോസ്റ്റസ് അതിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഫോസ്റ്റസ് ബെഗ്സ് ഫോർ മേഴ്സി ബട്ട് ഡെവിൾസ് ഡ്രാഗ് ഹിസ് സോൾ ടു ഹെൽ ആൻഡ്
റിപ്പ് ഹിസ് ബോഡി ലിം ഫ്രം ലിം. അങ്ങനെ ഫോസ്റ്റ് മേഴ്സിക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡെവിൾസ് ഫോസ്റ്റസിൻ്റെ സോള് ഹെല്ലിലേക്ക് വലിച്ചുകൊണ്ട് വരികയാണ്. അതുപോലെ ബോഡിയൊക്കെ ലിംബ് ഫ്രം ലിംബ് എന്താണ് കീറി മുറിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ പ്ലേ എൻഡ്സ് വിത്ത് എ ബ്രീഫ് ഫ്യൂണറൽ ഫോർ ഫോസ്റ്റസ് ആൻഡ് moralizing ending spoken by the chorus that wants audiences to beware of Faustus' fate. അതായത് പ്ലേ എൻഡ് ചെയ്യുന്നത് ഫോസ്റ്റസിൻ്റെ ആ ഒരു ബ്രീഫ് ഫ്യൂണറലിലൂടെയാണ്. അതുപോലെ ഒരു മോറലൈസിങ് എൻഡിങ് നൽകുന്നുണ്ട്. അതായത് ഓഡിയൻസിന് ഒരു വാണിംഗ് നൽകുന്നുണ്ട്. ബിവെയർ ഓഫ് ഫോസ്റ്റസിൻ്റെ ഫേറ്റ് അതിൽ ബിവെയർ ചെയ്യാൻ പറയുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ബ്ലാങ്ക് വേഴ്സ്. ദ ഫസ്റ്റ് നോൺ യൂസ് ഓഫ് ബ്ലാങ്ക് വേഴ്സ് ഇൻ ഇംഗ്ലീഷ് വാസ് ഹെൻറി ഹൊവാർഡ്, ഏൾ ഓഫ് സറേ, ഇൻ ഹിസ് ട്രാൻസ്ലേഷൻ ഓഫ് ദ എനീഡ്. അപ്പോൾ ആദ്യമായിട്ട് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ഹെൻറി ഹൊവാർഡ്, ഏൾ ഓഫ് സറയാണ്. എനീഡ് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് അത് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ പ്ലേ ആർഡൻ ഓഫ് ഫാവർഷാം ഈസ് എ നോട്ടബിൾ എക്സാമ്പിൾ ഓഫ് എൻസ്റ്റോപ്ഡ് ബ്ലാങ്ക് വേഴ്സ്. എൻസ്റ്റോപ്ഡ് ബ്ലാങ്ക് വേഴ്സിന് എക്സാമ്പിളാണ് ആർഡൻ ഓഫ് ഫാവർഷാം എന്ന് പറയുന്നത്. ബ്ലാങ്ക് വേഴ്സ് ഈസ് പോയട്രി റിട്ടൺ ഇൻ അൺറൈംഡ് ബട്ട് metered lines, iambic pentameter, unstressed syllables followed by stressed syllable. അപ്പോൾ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് പോയട്രി ആണ്. അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് അൺറൈംഡ് ആയിട്ടുള്ള, അതായത് അൺറൈംഡ് ആണ്, മീറ്റേർഡ് ലൈൻസ് ആണ്, അയാംബിക് പെൻറ്റാമീറ്റർ ആണ്, അൺസ്ട്രെസ്ഡ് സിലബിൾസ് ഫോളോഡ് ബൈ സ്ട്രെസ്ഡ് സിലബിൾ ആണ്. ജോൺ മിൽട്ടൺസ് എപ്പിക് പോം പാരഡൈസ് ലോസ്റ്റ് വിച്ച് അപ്പിയർഡ് ഇൻ 12 ബുക്ക് ഫോം ഇൻ 1674 റിട്ടേൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ജോൺ മിൽട്ടൻ്റെ എപ്പിക് പോമായിട്ടുള്ള പാരഡൈസ് ലോസ്റ്റ് ബ്ലാങ്ക് വേഴ്സിലാണ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. 12 ബുക്കായിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത് 1674. Milton explains that he has chosen to write Paradise Lost in what he calls English heroic verse without rhyme. അപ്പം മിൽട്ടൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പാരഡൈസ് ലോസ്റ്റ് ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് ഇങ്ങനെയാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്, ഇംഗ്ലീഷ് ഹീറോയിക് വേഴ്സ് വിത്തൗട്ട് റെയിം എന്നുള്ള രീതിയിൽ. ദെൻ ടു ഹിസ് കോ മിസ്ട്രസ് ആൻഡ്രൂ മാർവൽ റിട്ടേൺ ഇൻ ബ്ലാങ്ക് വേഴ്സ്. ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ളതാണ് ആൻഡ്രൂ മാർവലിൻ്റെ ടു ഹിസ് കോ മിസ്ട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള പോം. ഹാഡ് വി ബട്ട് വേൾഡ് ഇനഫ് ആൻഡ് ടൈം ദിസ് കോയിനസ് ലേഡി വേർ നോ ക്രൈം. ഇത് ടു ഹിസ് കോ മിസ്ട്രസിൻ്റെ ഓപ്പണിംഗ് ലൈനാണ്. ബ്ലാങ്ക് വേഴ്സ് പോയട്രി ഹാസ് നോ ഫിക്സ്ഡ് നമ്പർ ഓഫ് ലൈൻസ്. അതായത് ബ്ലാങ്ക് വേഴ്സ് പോയട്രിക്ക് ഫിക്സ്ഡ് നമ്പർ ഓഫ് ലൈൻസ് ഇല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ വേഴ്സ് ഡ്രാമ ആൻഡ് ലോങ് നരേറ്റീവ് പോംസ്. ഇതിലൊക്കെ ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്ലാങ്ക് വേഴ്സ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ പ്ലേസ് ആൻഡ് എപ്പിക് പോയട്രി. അതായത് പ്ലേസിലും എപ്പിക് പോയട്രിയിലൊക്കെയാണ് കൂടുതലായിട്ട് ബ്ലാങ്ക് വേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഫോളോസ് ആൻ അയാംബിക് പെൻറ്റാമീറ്റർ വിത്ത് വൺ സ്ട്രെസ്ഡ് ആൻഡ് വൺ അൺസ്ട്രെസ്ഡ് സിലബിൾ. അതായത് അയാംബിക് പെൻറ്റാമീറ്ററിൽ ഒരു സ്ട്രെസ്ഡ് സിലബിളും ദെൻ അൺസ്ട്രെസ്ഡ് സിലബിളും ആണെന്നാണ് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട് ഗ്രാൻഡ് തീംസ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡ്രമാറ്റിക് മോണോലോഗ്സ് വിത്ത് എലവേറ്റഡ് പിച്ച് ആൻഡ് ഹൈ സ്റ്റൈൽ. ദെൻ എക്സാമ്പിൾസ് ഓഫ് ബ്ലാങ്ക് വേഴ്സ്. ഇനി ഈ ബ്ലാങ്ക് വേഴ്സിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൻഡിങ് വാൾ ബ്ലാങ്ക് വേഴ്സിൽ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. അതുപോലെ വില്യം ഷേക്സ്പിയറുടെ ഹാംലെറ്റ്, ക്രിസ്റ്റഫർ മാർലോവിൻ്റെ ഡോക്ടർ ഫോസ്റ്റസ്, ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ യൂലിസസ്, ഷേക്സ്പിയറുടെ മാക്ബത്ത്, സാമുവൽ ടൈലർ കോളറിജിൻ്റെ ഫ്രോസ്റ്റ് അറ്റ് മിഡ്നൈറ്റ്, അതുപോലെ വില്യം കളൻ ബ്രയൻറ്റിൻ്റെ തെനാത്തോപ്സിസ്, വേർഡ്സ്വർത്തിൻ്റെ ടിൻറ്റേൺ അബ്ബേ, അതുപോലെ കോളറിജിൻ്റെ ദിസ് ലൈം ട്രീ ബോവർ മൈ പ്രിസൺ തുടങ്ങിയിട്ടുള്ളതൊക്കെ എന്താണ് ബ്ലാങ്ക് വേഴ്സിൽ എഴുതിയിട്ടുള്ള വർക്ക്സ് ആണ്. ദെൻ ജോൺ വെബ്സ്റ്റർ വാസ് ആൻ ഇംഗ്ലീഷ് ജാക്കബിയൻ ഡ്രാമാറ്റിസ്റ്റ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ട്രാജഡീസ്. അതായത് ജോൺ വെബ്സ്റ്റർ ഒരു ജാക്കബിയൻ ഡ്രാമാറ്റിസ്റ്റാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ട്രാജഡീസിലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാജഡിയാണ് ദ വൈറ്റ് ഡെവിൾ, അതുപോലെ ഡച്ചസ് ഓഫ് മാൽഫി, പബ്ലിഷ്ഡ് ഇൻ 1623. ദെൻ തോമസ് ഡെക്കർ ഹീസ് കൊളാബറേറ്റർ ഹി റോട്ട്. അതായത് ജോൺ വെബ്സ്റ്ററിൻ്റെ കൊളാബറേറ്ററാണ് തോമസ് ഡെക്കർ. തോമസ് ഡെക്കറുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് വെസ്റ്റ് വാർഡ് ഹോ, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1604, നോർത്ത് വാർഡ് ഹോ, ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1605. അതുപോലെ അതർ കൊളാബറേറ്റീവ് വർക്ക്സാണ് സീസേഴ്സ് ഫാൾ, ക്രിസ്മസ് കംസ് ബട്ട് വൺസ് എ ഇയർ, ദ വൈറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ കൊളാബറേറ്റീവ് വർക്ക്സാണ്. ദ വൈറ്റ് ഡെവിൾ ഈസ് ലൈക്ക് മാക്ബത്ത് ഈസ് ട്രാജഡി ഓഫ് ആക്ഷൻ. വൈറ്റ് ഡെവിൾ എന്ന് പറയുന്നത് ഒരു ട്രാജഡിയാണ്, അതായത് മാക്ബത്ത് പോലെ ഒരു ട്രാജഡിയാണെന്നാണ് പറയുന്നത്. അതുപോലെ ദ ഡച്ചസ് ഓഫ് മാൽഫി ഈസ് ലൈക്ക് കിങ് ലിയർ ഇസ് എ ട്രാജഡി ഓഫ് സഫറിങ്.
ഡച്ചസ് ഓഫ് മാൽഫ്രി എന്ന് പറയുന്നത് കിങ് ലിയറിനെ പോലെ ഒരു ട്രാജഡി ഓഫ് സഫറിങ് നിറഞ്ഞിട്ടുള്ള ഒരു ട്രാജഡിയാണ്. ദെൻ ബെൻ ജോൺസൺ, English playwright and poet. He popularized the comedy of humors. He is best known for the satirical plays. He is generally regarded as the second most important English dramatist after William Shakespeare. ബെൻ ജോൺസൺ ഒരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് ആണ്. അതായത് ബെൻ ജോൺസൺ പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ആണ്. അതുപോലെ സാറ്ററിക്കൽ പ്ലേസിലൊക്കെ ബെൻ ജോൺസൺ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഷേക്സ്പിയറിനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻറ്റ് ഇംഗ്ലീഷ് ഡ്രമാറ്റിസ്റ്റാണ് ബെൻ ജോൺസൺ. ഇനി ബെൻ ജോൺസൻ്റെ വർക്ക്സ് നോക്കാം. എവരി മാൻ ഇൻ ഹിസ് ഹ്യൂമർ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1598. വോൾപോൺ ഓർ ദ ഫോക്സ് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1606. ദ ആൽക്കമിസ്റ്റ് ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1610. ദെൻ ബാർത്തലോമ്യൂ ഫെയർ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1614. എപ്പിക്കോൺ ഓർ ദ സൈലൻറ്റ് വുമൺ ഇറ്റ് പബ്ലിഷ്ഡ് ഇൻ 1609. ദെൻ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് ഡ്രമാറ്റിക് കോമഡിയാണ്. ഹ്യൂമൻ ബോഡി ഹെൽഡ് എ ബാലൻസ് ഓഫ് 4 liquids or humors: blood, phlegm, yellow bile, that is choler, black bile, that is melancholy. അപ്പോൾ കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഡ്രാമാറ്റിക് കോമഡിയാണ്. അതിൽ ബെൻ ജോൺസൺ പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡിയിൽ 4 liquids ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ബ്ലഡ്, ഫ്ലം, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ തുടങ്ങിയിട്ടുള്ളവ. ദ ഹ്യൂമർ ഓഫ് ബ്ലഡ് മേക്സ് എ മാൻ എക്സസീവ്ലി ഒപ്റ്റിമിസ്റ്റിക് ഈവൻ വിത്തൗട്ട് ദ സ്ലൈറ്റസ്റ്റ് ചാൻസ് ഓഫ് ഹോപ്പ് ഓർ സക്സസ്. ദ ഹ്യൂമർ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഫ്ലം എന്ന് പറയുന്നത് മേക്സ് വൺ എക്സസീവ്ലി കാം ആൻഡ് ഡൊസൈൽ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കോളർ എന്ന് പറയുന്നത് മേക്സ് വൺ ഹൈലി ഇൽ-ടെമ്പേർഡ് ആക്കുന്നുണ്ട്. ബ്ലാക്ക് ബൈൽ മേക്സ് വൺ എക്സസീവ്ലി മെലങ്കലി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഡ്നെസ്. ബ്ലാക്ക് ബൈൽ ഒരാളെ എക്സസീവ്ലി മെലങ്കലി ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ.